ഉള്ളവരെ നമസ്കാരം. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ആക്ടർ ജാൻ്റെ മകൻ മുരളി ജാൻ എന്നുള്ളൊരു കാര്യം. ഇടയ്ക്ക് വെച്ച് നിർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ആദിത്യൻ കേസ് പിൻവലിച്ചു എന്നുള്ളൊരു സംഭവമാണ് ഇന്ന് കിട്ടിയത്. ഇനി അടുത്ത മാസം 7-ാം തീയതിക്ക് ഇല്ലെങ്കിൽ 9-ാം തീയതിക്ക് ആ തീയതിൻ്റെ ഉള്ളിൽ DNA ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർ കമന്റിലൂടെ അറിയിക്കുന്നുണ്ട്. ഏത് വീഡിയോ ഇട്ടാലും DNA ടെസ്റ്റായി എന്തായിരുന്നു. ഒരുപാട് ആൾക്കാർ വായിക്ക പറയുന്നുണ്ട്. ഉടായി പഠിച്ചല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഉടായി പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഈ മുരളീചേട്ടൻ ആരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കേസ് അന്വേഷിച്ച് നടത്തുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ പറഞ്ഞ ഒരു വാക്കിലൂടെ പോയതാണ് ആക്ടർ ജയന്റെ മകൻ മുരളി ജയൻ എന്നുള്ളൊരു കണ്ടന്റ് ചെയ്യണം. അതിനെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ സത്യം തെളിയിക്കണം. സത്യം ഒരു നാൾ തെളിയും. അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഇതിന് ഉടായ്പ നടത്തിച്ചൊന്നും കാര്യമൊന്നും എനിക്കില്ല. ഒരു 10 രൂപയുടെ കേസ് ലാഭമുള്ള കേസും അല്ല, നഷ്ടമുള്ള കേസും അല്ല. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ഒരു റീച്ചിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ഇടുന്നതല്ല ഈ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് എല്ലാവർക്കും 7-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതിക്ക് ഇൻഷാ അല്ലാഹ് അതിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ തിങ്കളാഴ്ച എന്ന് അറിയിക്കാം. എന്നാണ് നിങ്ങൾക്ക് DNA ടെസ്റ്റ് നടത്തുന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് ഉള്ളത് നടത്താം. ഈ വാക്ക് മാറിപ്പോവില്ല, ഇത് മാറിപ്പോവില്ല. അധികൃതർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫാൻസ് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്നായി, എന്താവും, എങ്ങനെയാവും, ഏതാവും എന്നിട്ട് എല്ലാ വീഡിയോക്കും കമന്റ് ചെയ്യുന്നുണ്ട്. ആ കമന്റ് ചെയ്യുന്നുള്ളൂ ഞാൻ പറയാം. ഒരുപാട് ആൾക്കാർ ബാഡ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഉടായ്പിന് വേണ്ടി ചെയ്യുന്നല്ലേ, ഇനി അടുത്ത ഉടായ്പ എന്താണ്. ഉടായ്പ നൽകുമ്പോഴത്തേക്ക് ഞാൻ ബാങ്ക് കൊള്ളടിക്കാനൊന്നും പോയിട്ടില്ല. ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അത് കിട്ടിയ അപ്ഡേഷൻ വെച്ചാണ് പറഞ്ഞത്. അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു സ്റ്റേന്റെ ഒരു കാര്യം വന്ന് ആ സ്റ്റേ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കണം. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമുക്ക് പ്രശ്നമല്ല. ഈ DNA ടെസ്റ്റ് നടത്തണം, അതാണ് സംഭവം. അതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ഒന്നും കൊണ്ട് അല്ല. കാരണം പറയുമ്പോഴത്തേക്ക് സത്യം തെളിയണം, അത്ര മാത്രമേ ഉള്ളൂ. സത്യം തെളിഞ്ഞേ തീരൂ. ഒരു ദിവസം അല്ലെങ്കിലും സത്യം തെളിയും എന്നുള്ളൊരു കാര്യമല്ലേ. അതിന് 2-3 മാസമായി ഞാൻ വീഡിയോയിലൂടെയും കാര്യങ്ങളോടും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് ഇത് മാറില്ല, അത് ഉറപ്പ് തന്ന ശേഷമാണ് ഞാൻ ഇത് ചെയ്യുന്നത്, ഈ കണ്ടന്റ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യണം വീഡിയോ. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി. അതൊരു പ്രശ്നമുള്ള കേസ് തന്നെയല്ലോ. സബ്സ്ക്രൈബിലൂടെ കൊണ്ടുമല്ല ഞാൻ ജീവിക്കുന്നത്. നല്ലപോലെ പണിയെടുത്തിട്ട്, നല്ലപോലെ കഷ്ടപ്പെട്ട്, നല്ലപോലെ കാശുണ്ടാക്കിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അൺസബ്സ്ക്രൈബർ ചെയ്തോളൂ. അത് വലിയൊരു വിഷയമുള്ള കേസൊന്നുമല്ല. അപ്പോൾ എല്ലാവരും നല്ല ദിവസത്തിനായിട്ട് 7-ാം തീയതി ഇല്ലെങ്കിൽ 9-ാം തീയതി ആ 2 ദിവസത്തിന്റെ ഉള്ളിൽ ഇത് നടക്കും. അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച ഇതിക്കുള്ള ഫുള്ളായിട്ടുള്ള വീഡിയോ ഇട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് ചെയ്യാം. ഇതിന് ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ മുൻ സീരിയൽ ആക്ടർ, അതായത് നമ്മുടെ ആദിത്യന്റെ മുന്നത്തെ വൈഫായ അമ്പിളി ദേവിയാണ് ഒരുപാട് മുന്നോട്ട് നിന്നത്. അമ്പിളി ദേവിക്കും ബിഗ് സല്യൂട്ട്. അതിനെക്കൊണ്ട് ഇതിനൊരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഇടപെട്ടിട്ട് ശരിയാക്കി തന്നിട്ടുണ്ട്. അവർക്കും ബിഗ് താങ്ക്സ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ആരൊക്കെ പ്രവർത്തിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നാ നന്ദി, നമസ്കാരം.